ഇന്ന് നമ്മുടെ 86-ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ നിലവിൽ നമ്മുടെ നസീർ സാറിനെ കുറിച്ച്, മൺമറഞ്ഞ അനശ്വര നടൻ നസീർ സാറിനെ കുറിച്ച് പറയാനാണ് ഞാൻ. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈയിടയ്ക്ക് ഞാൻ ഓർക്കുന്നില്ല, ടിനി ടോമാന്ന് തോന്നുന്നു, നസീർ സാറിനെ കുറിച്ച് ചാൻസിന് വേണ്ടി അലഞ്ഞു എന്ന് പറഞ്ഞതിനൊരു മറുപടി എനിക്ക് പറയാതിരിക്കാൻ മേല. ഏതായാലും ഞാനിത് 86 എപ്പിസോഡ് ചെയ്തില്ലേ. അപ്പം എനിക്ക് 50 വയസ്സ് കഴിഞ്ഞു. ഞാൻ ഈ നസീർ സാറിനെ കണ്ടിട്ടില്ല. മാസാറിൻ്റെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വലിയ ആൾക്കാരോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ നസീർ സാറിനെ പോലെ ഒരാളെയൊക്കെ വിമർശിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച്, എനിക്ക് ഉറപ്പില്ല ആരാ പറഞ്ഞതെന്ന്, ഞാൻ ആ പേര് മറന്നുപോയി. പക്ഷേ അത് ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടത്, പക്ഷെ പേര് മറന്നുപോയി. ഈ നസീർ സാറിനെ കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞിട്ടേ ഉള്ളൂ. ബാക്കി എല്ലാവരെയും എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അനുഭവത്തിൽ നിന്നൊക്കെയാണ് ഞാൻ പലതും പറയുന്നത്, നേരിട്ടുള്ള അനുഭവത്തിൽ നിന്ന്. അതുകൊണ്ടാണ് വിമർശനങ്ങൾ വരാത്തത്. കാരണം ആരെങ്കിലും വിമർശിക്കാൻ വന്നാൽ എനിക്ക് അവരോട് ചോദിക്കൂ എന്ന് പറയാമല്ലോ. ഈ നസീർ സാറിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് എന്താണെന്നറിയാമോ? ഈ ആദോയൂബ് എന്ന് പറഞ്ഞൊരു സാറുണ്ട്, എന്നെ പഠിപ്പിച്ച സാറാണ്. ഡയറക്ഷൻ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പുള്ളിയും പഠിപ്പിച്ചിരുന്നു, അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. പിന്നെ രാമേന്ദ്രൻ സാറ് പിറവി സ്വമെന്നും പറഞ്ഞ് അതിൻ്റെ എഡിറ്റർ സാറ് ദേശീയവാർഡൊക്കെ കിട്ടിയതാണ്. അങ്ങനെയൊക്കെ ഉള്ളവരെന്നെ പഠിപ്പിച്ചിരുന്നു. ഞാൻ ആദോയൂബ് സാറിന്, നസീർ സാറിന് നേരിട്ട് പരിചയമുള്ള ആളാണ്. ഈ ആദോയൂബ് സാറിനൊരു പ്രത്യേകത ഉണ്ട്. ഈ രജനീകാന്ത് സാർ പഠിച്ചുകൊണ്ടിരുന്ന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദോയൂബ് സാർ സീനിയറായിരുന്നു. അപ്പം രജനീകാന്ത് എന്ന് പറഞ്ഞ സാർ ചെന്നേച്ച് ഒരു പന്ന ഡ്രസ്സും ഒക്കെ ഇട്ട് ഒരു കറുത്ത മനുഷ്യൻ വന്നിച്ച്, നിങ്ങൾ ഏതെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് സുഹാസിനി അടക്കമുള്ളവർ ആഹാരമൊക്കെ കൊടുക്കുമായിരുന്നു. വലിയ സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു. പിന്നെ തന്നെ പറഞ്ഞു പഠിക്കാനുള്ള ഫീസിനുള്ള പൈസയൊക്കെ പുള്ളി ഇപ്പോഴും അങ്ങനെ ഒരു പെൺകുട്ടിയെ തിരക്കുന്നുണ്ടെന്ന്, കാരണം സഹായിച്ച് അങ്ങനെ ഒരു പെണ്ണെ കണ്ടിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞു. അപ്പം അന്നും ആ മനുഷ്യൻ എളിമ എന്നുണ്ടോ അതിന്നും ഉണ്ടെന്ന് ആദോയൂബ് സാറ് എന്ത് ബഹുമാനത്തോടു കൂടിയാണെന്നറിയോ. പിന്നെ അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം, ഞാൻ ആലപ്പുഴയുള്ള ഉദയ സ്റ്റുഡിയോ, ഉദയമാണോ നവോദയമാണോ സ്റ്റുഡിയോയിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വർക്ക് ചെയ്തു. ഒരു അലന്ന വർക്കാണെന്ന് എനിക്കും അറിയാം. പക്ഷേ എനിക്ക് ഉദയ സ്റ്റുഡിയോ വർക്ക് ചെയ്യണം അസോസിയേറ്റായിട്ട്. അപ്പോൾ അലന്നൊരു ഡയറക്ടർ അലന്ന വർക്കുവാണ്. ഉദയ സ്റ്റുഡിയോയിൽ അങ്ങനെ ഒന്നും ചുമ്മാ കയറാനൊക്കെയില്ല. അപ്പോൾ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ 7 ദിവസത്തെ വർക്കുണ്ട്. ഞാൻ പോയി. അപ്പം ഞാൻ നോക്കിപ്പോൾ മരിച്ചുപോയ രമേശ് ഏട്ടൻ ഈ ഇടയ്ക്ക് സൂയിസൈഡ് ചെയ്തവർ എൻ്റെ വലിയ ഫ്രണ്ടായിരുന്നു. ആ രമേശ് ഏട്ടനും അവിടെ വന്നു, വലിയ ആൾക്കാരും ഒക്കെ വന്നു. എന്നിട്ട് രമേശ് ഏട്ടൻ വെച്ച വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ, ആ ഡയറക്ടറോട്, എനിക്ക് അവസാനം ഈ നസീർ സാറ് കിടന്നിരുന്നൊരു സ്ഥിരം കിടക്കുന്നൊരു വീടുണ്ട് സ്റ്റുഡിയോയ്ക്കകത്ത്, അവിടെ നിന്നാൽ വേറൊരു സംഭവം കാണാം, ഒരു താഴത്തെ നിലയിൽ. എനിക്ക് ആ കോട്ടേജ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാ രമേശേട്ടൻ ഇങ്ങനെയൊക്കെ ഉള്ളൊരു വർക്കിലാണ്. രമേശേട്ടൻ നല്ല ടോപ്പായിട്ടേക്കാം. രമേശേട്ടൻ്റെ അച്ഛൻ തന്നെ സെക്രട്ടേറിയറ്റിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ അപ്പം എനിക്ക് നസീർ സാർ കിടന്ന് അതേ ഇവിടെ കിടക്കുള്ളൂ, അതെൻ്റെ ജീവിതത്തിൽ ആഗ്രഹമാണ്. വേറൊരു രീതിയിലും അങ്ങനെ വന്ന് കിടക്കാൻ ഒരു വർക്കിനായിട്ട് വന്ന് കിടക്കാം. രമേശേട്ടൻ പറഞ്ഞാണ് ആദോയൂബ് സാറ്. പിന്നെ ഞാൻ ഒരു സ്റ്റുഡിയോയിൽ, അത് കലാഭവൻ സ്റ്റുഡിയോ, ആ കലാഭവനിലെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഞാനൊരു വർക്കിന് ഡോക്യുമെൻ്ററി എഡിറ്റിന് പോയിരുന്നു. അവിടെ വെച്ച് ഞാൻ ചോദിച്ചു നസീർ സാറിനൊക്കെ പരിചയമുണ്ട്. അന്ന് പ്രായമുള്ള ആൾക്കാരാണ് അവിടുത്തെ എഡിറ്റേഴ്സും ഒക്കെ. അന്നൊക്കെ അവർ ഉദ്യോഗസ്ഥരാണ്, അവർ നമ്മൾ സാധാ സ്റ്റുഡിയോ പോലെയല്ല, അവർ ഗവൺമെൻറ് എംപ്ലോയീസാണ്. ഞാൻ അങ്ങനെ സംസാരിച്ചു, എന്തോ ഏത് സ്റ്റുഡിയോയിലാണ്, ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ കാര്യമാണ് ഈ പറയുന്നത്. ചിത്രാഞ്ജലിയിൽ വന്നപ്പോഴത്തേനും ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ അവിടെ ചെന്നാണ് എവിടെയാണ്, അതായത് അത് ജോഷി സാറായിരുന്നു തുടക്കകാലത്ത് നസീർ സാറിനെ വെച്ചൊരു വർക്ക് ചെയ്തത്. അപ്പോൾ ജോഷി സാർ തിളങ്ങി നിൽക്കുന്ന സമയമാണ്, എല്ലാം ഭയങ്കര വർക്കാണ്. അപ്പോൾ നസീർ സാർ അതിനകത്ത് അഭിനയിച്ചു. അപ്പം നസീർ സാറിനോട് എൻ്റെ രാത്രി കണ്ട് 11 മണിയായപ്പോൾ ജോഷി സാർ വിളിച്ചു ചോദിക്കുന്നു, ഡബ് ചെയ്യാൻ വരണം, വർക്ക് ഉടനെ എടുക്കണം. ഉടനെ ഞാൻ വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വന്നെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊന്നും എനിക്കറിയില്ല, ഇവരൊക്കെ പറയുന്നത് കേട്ടതാണ്, അതുകൊണ്ട് എനിക്ക് നേരിട്ട് അനുഭവമില്ലാത്ത കാര്യമാണ് ഇവർ പറഞ്ഞുള്ളത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മുഷിഞ്ഞ വേഷത്തിൽ നസീർ സാർ വന്ന് ഡബ് ചെയ്യുകയാണ്. ഡബ് ചെയ്ത് പുള്ളി കണ്ടോണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. പുള്ളി അന്ന് ഒരു വലിയ റെക്കോർഡിസ്റ്റ് അല്ല, ഇവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ അല്ല, പുള്ളി കണ്ടോണ്ടിരിക്കുന്ന ഏതോ സ്റ്റുഡിയോയിലെ കാര്യമാണ്. പക്ഷേ അന്നേരമാണ് ജോഷി സാർ അറിയുന്നത്, ഏതോ ഒരു വർക്കിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന് തളർന്ന് ദൂരയാത്ര ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഈ പുള്ളി ടീഷർട്ട് ഊരാനായിട്ട് ഇങ്ങനെ കൈകളിൽ അവിടം വരെ എത്തിയപ്പോഴത്തേനും ഫോൺ വരികയാണ്. പുള്ളി ലാൻഡ് ഫോണാണല്ലോ, പുള്ളി അത് താത്തിട്ടിട്ട്
പുള്ളി ഫോൺ എടുത്തപ്പോൾ അതൊന്ന് കുളിക്കാനോ ഫ്രഷ് ആകാനോ പറ്റാതെ ജോഷി സാറ് വിളിച്ചപ്പോൾ വരാം ഇസ്സെന്നും പറഞ്ഞ്. ഇസ്സെന്ന് പറഞ്ഞൊരു വാക്ക് പോലും ഒരു കാലത്ത് സിനിമാ ലോകത്ത് നിന്ന് അത് നസീർ സാർ ഉപയോഗിച്ചതാണെന്നാണ് പറയുന്നത്. ഇന്ന് വരെ എടാ പോടാന്ന് വിളിച്ചിട്ടില്ലെന്നാണ് അറിയുന്നത്. മൂന്നാമതൊരു ചാൻസിന് വേണ്ടി നടന്നു പറഞ്ഞു. അദ്ദേഹത്തോട് പിന്നെ കേട്ടിട്ടുള്ള ഒരു സിനിമ ഒരു പ്രൊഡ്യൂസറുടെ പൊളിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ഇന്ന് ആരൊക്കെ മമ്മൂട്ടി സാർക്ക് കൊടുക്കും, മോഹൻലാൽ സാർക്ക് കൊടുക്കും, പക്ഷേ പലരും ഡേറ്റ് കൊടുക്കും. നസീർ സാറ് നിനക്ക് ഞാൻ ഡേറ്റ് തരാം, അപ്പം എല്ലാം ബാക്കി കിട്ടും. നസീർ സാറിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ എല്ലാം കിട്ടും, വീണ്ടും കൊടുക്കും. അതും പൊളിഞ്ഞു പോയാൽ വീണ്ടും കൊടുക്കും ഡേറ്റ്. എന്നിട്ട് എന്ത് അറേഞ്ച്മെൻ്റ് ഉണ്ടോ അതൊക്കെ ചെയ്ത് കൊടുക്കും. യൂണിറ്റ് സ്റ്റുഡിയോ അങ്ങനെ തന്നെയല്ല, അങ്ങനെ 4-5 പ്രാവശ്യം ചെയ്ത് നോക്കും, അത് അയാൾ രക്ഷപ്പെടും. എന്നിട്ട് ഷൂട്ട് ചെയ്യില്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് വിളിച്ച് പറയും. അവർ അനുഗ്രഹമായിട്ടാണ് അവരൊക്കെ കൂട്ടിയിരുന്നത്. പ്രൊഡ്യൂസേഴ്സിൻ്റെ ഡയറക്ടറുടെ അല്ല, പ്രൊഡ്യൂസേഴ്സിനോട് പറഞ്ഞ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. നസീർ സാറിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ സ്വത്തുക്കൾ നശിപ്പിക്കാത്ത അന്നത്തെ കാലത്തെ 2 മനുഷ്യരേ ഉള്ളായിരുന്നു, ഇന്നത്തെ. ഒന്ന് ഞാൻ നസീർ സാറ്. മസാറിനൊക്കെ അന്നേ ഒരുപാട് സ്വത്തുണ്ട്. ഏഷ്യാനെറ്റ് എന്ന സ്ഥലമൊക്കെ മസാറിൻ്റെ ആയിരുന്നു, ഇപ്പോഴും ആ സ്വത്തൊക്കെ ഉണ്ട്. പിന്നെ നസീർ സാറിൻ്റെ സ്വത്തുക്കളൊന്നും നസീർ സാർ ഒരു തരത്തിലും നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല. അന്ന് ഒത്തിരി എതിർപ്പുകളൊക്കെ വന്നിരുന്നു അദ്ദേഹത്തിന്. കാരണം മുസ്ലിമാണ്, കടൽ കടന്ന മുസ്ലിം എന്നും പറഞ്ഞ് പള്ളിയിൽ ഒക്കെ വിലക്കിടുക. പക്ഷേ പുള്ളി അത് നിസ്കരിക്കാതെ പോകില്ല. റഹ്മാൻ സാർ അങ്ങനെ അദ്ദേഹം ഇവിടെ എത്ര തിരക്കാണേലും നിസ്കരിച്ചിരിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ജയൻ എന്നും പറഞ്ഞൊരു നടന് കിംവദന്തികളൊക്കെ ഒരിക്കലും ജയൻ്റെ ഒരു റോളിന് വേണ്ടി കൊച്ചാക്കാനോ ഒന്നും പുള്ളിയുടെ സമകാലീന ആ ജയൻ സാറിന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്കങ്ങോട്ട് കുഞ്ഞു വയസ്സുള്ളത് ഭയങ്കര റെസ്പെക്റ്റായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരാളെക്കുറിച്ചാണ് പ്രശസ്തിക്കും എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ പറയാതെ ചാൻസിന് വേണ്ടി നസീർ സാറിൻ്റെ എങ്ങാണ്ട് 1000 പടമോ 600 പടമോ ഗിന്നസ് ബുക്കിലൊക്കെ ഉള്ള മനുഷ്യനാണത്. അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളൊക്കെ നശിച്ചെന്നൊക്കെ പൈസയ്ക്ക് പോലും അധികം കണക്ക് പറയില്ലായിരുന്നു. അത്ര നല്ല മനുഷ്യൻ. ഞാൻ കണ്ടിട്ടുള്ളത് ദൈവമായിട്ട് കരുതുന്ന ആൾക്കാരാണ്. ഞാൻ കേട്ട് നസീർ സാർ ഇതുപോലൊരു നല്ല മനുഷ്യൻ ഇൻഡസ്ട്രിയിൽ. അതൊക്കെ പ്രശസ്തിക്കൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോകും. നിങ്ങൾക്കൊക്കെ വേണ്ട. ഞാൻ നസീർ സാറിൻ്റെ വേറൊരു പടങ്ങളും അന്നൊക്കെ രാജാക്കന്മാരുടെയും അടിമകളുടെയൊക്കെ കഥ പറഞ്ഞപ്പം ചെയ്ത് കാണിക്കും ഈ പറയുന്ന ആൾ. എത്ര കാലം നിലനിൽക്കുമെന്ന് കണ്ടു നോക്കാം. നസീർ സാറിൻ്റെ കഴിവ് അംഗീകരിക്കണമെങ്കിൽ പടയോട്ടം എന്നും പറഞ്ഞൊരു സിനിമ കണ്ടാൽ മതി. പടയോട്ടം ഞാനത് വീണ്ടും കണ്ടിട്ടുണ്ട്. പിന്നെ ആട്ടക്കലാശം എന്നും പറഞ്ഞൊരു പടമുണ്ട്. അതല്ലാതെ ഏറ്റവും സൗന്ദര്യമുള്ളൊരു മനുഷ്യൻ എത്ര വയസ്സ് വരെ ആ സൗന്ദര്യം നിലനിന്നറിയോ? ഈ മമ്മൂട്ടി സാറിനെ മോഹൻലാലിനെ എല്ലാവരും പോലെ തന്നെ ഈ പ്രായമുള്ള അത്രയും നിലനിന്ന മനുഷ്യനാണ്. അതിനൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോകും, പ്രശസ്തി ഇതിനൊക്കെ. കാരണം പറയുന്ന ആരെക്കുറിച്ചാണെന്ന് ഒരു സിനിമാ നടനോട് കാല് തൊട്ട് തൊഴുന്നൊരു പ്രവണതയുണ്ട് പലർക്കും. അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടർ മാത്രമാണ്. പക്ഷെ മനുഷ്യൻ എന്ന രീതിയിൽ ഒരു നല്ല മനുഷ്യനായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എവിടെ ചെന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നസീർ സാറിനെയൊക്കെ, ഞമ്മ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തൊക്കെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ തന്നെ എളിമയും ഇതും മല്ലിക ചേച്ചിയോട് വർക്ക് ചെയ്തൊക്കെ പറഞ്ഞല്ലോ ഞാൻ എത്ര പേരുടെ അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൊക്കെ അതിനൊക്കെ അവർ പോലും മഹാനായിട്ട് കരുതുന്ന ആൾക്കാർ. ഞാൻ നിസ്സാരം ഈ രതീഷ് സാറിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ നാടൻ പൂച്ചപ്പെന്നുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ 2-3 കൊല്ലം ഞാൻ ആ സാറിൻ്റെ അടുത്തുണ്ടായിരുന്നു. മരിക്കുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് വരെ. പിന്നെ രതീഷ് സാറിന് ഒരു ഇളയ മകനുണ്ട്. പത്മനാഭൻ എന്നല്ല, ഒരു സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ സുപ്പു എന്ന് വിളിക്കുന്നത്. രതീഷ് സാറിൻ്റെ അതേ പൂച്ചക്കണ്ണൊക്കെ ഉള്ള അവൻ ഭയങ്കരമായിട്ട് രക്ഷപ്പെടും. ഞാൻ അന്ന് പറഞ്ഞു, രതീഷ് സാറിനില്ല പത്മനാഭൻ. ഞാൻ പറഞ്ഞു ഇല്ല സാറേ, അത് സുപ്പുവെ രക്ഷപ്പെടുള്ളൂ. സുപ്പുവിനെ ഇതുവരെ ഇൻഡസ്ട്രിയിലൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ട് ഒരു വിധ അനുഭവം. ഞാൻ ഒരുപാട് പേര് സുരാജിൻ്റെ കൂടെ ഞാൻ എത്ര നാൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ ഞാൻ ഈ നസീർ സാർ കണ്ടില്ല. വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കും നിങ്ങൾ. അത് ഇത്രയും പറയുന്നത് ഞാൻ നെഗറ്റീവായിട്ട് സാധാരണ ഞാൻ ഈ വർക്കുകളിലൊന്നും പറയാറില്ല. പക്ഷേ എൻ്റെ കേട്ടറിവ് വെച്ച് എനിക്ക് ഭയങ്കര വിഷമമായി പോയി കേട്ടോ. ശരി, എന്തെങ്കിലും തെറ്റായിട്ട് ആർക്കെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ചെറിയ തെറ്റുകളില്ലാത്ത മനുഷ്യരില്ല, എല്ലാവരും 50% തെറ്റാന്ന്. പക്ഷേ നന്മകൾ മാത്രം കേട്ടിട്ടുള്ള മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.